പഴച്ചാറുകൾ, എസൻസുകൾ എന്നിവ മാത്രമാവും ഉണ്ടാവുക എന്നാണ് നമ്മുടെയൊക്കെ വിചാരം. എന്നാൽ രുചികരമായ ഐസ്ക്രീമിലെ പല ചേരുവകളും അറപ്പുളവാക്കുന്നതും ആരോഗ്യത്തെ വളരെയധികം ഹാനികരമായി ബാധിക്കുന്ന രാസപദാർത്ഥങ്ങളുമാണ്. പലതും ഹൃദ്രോഗം മുതൽ ക്യാൻസറിന് വരെ ഇടവരുത്തുന്നു. വാഷിംഗ് പൗഡർ മുതൽ നാൽക്കാലികളുടെ നാക്ക്, മൂക്ക്, ചെവി, കുടല് എന്നിവ ഉണക്കി പൊടിച്ചെടുത്തുണ്ടാക്കുന്ന പോട്ടി പൗഡർ വരെ ഈ ഐസ്ക്രീമിന്റെ ചേരുവകളാണ്. കൊഴുപ്പുൽപാദിപ്പിക്കുവാനാണ് പോട്ടി പൗഡർ ചേർക്കുന്നത്. ഐസ്ക്രീം പതഞ്ഞു പൊങ്ങുവാനാണ് വാഷിംഗ് പൗഡർ ചേർക്കുന്നത്. വാഷിംഗ് പൗഡറിനൊപ്പം അല്പം നാരങ്ങാനീര് കൂടി ചേർത്താൽ ഐസ്ക്രീം നന്നായി പതഞ്ഞുയരും. ഐസ്ക്രീമുകളുടെ സ്വാദും കൊഴുപ്പും വർദ്ധിക്കുവാൻ ചേർക്കുന്ന ഒരു ചേരുവകളൊക്കെ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകും. കൂടാതെ ഐസ്ക്രീമിന് നിറം വർദ്ധിപ്പിക്കുവാനും എസൻസായി ചേർക്കുന്ന വസ്തുക്കൾ ഭൂരിഭാഗവും പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. നിറം കൊടുക്കുവാൻ ചേർക്കുന്നത് മെറ്റാനിൽ യെല്ലോ എന്ന വിഷദ്രാവകമാണ്. യെല്ലോ നമ്പർ 5, ആസിഡ് യെല്ലോ എന്നിവയും നിറത്തിനായി ചേർക്കുന്നുണ്ട്. ഇവയൊക്കെ ആസ്മയും ക്യാൻസറിനും കാരണമാകുന്നവയാണ്. ഐസ്ക്രീമിന്റെ 30% തിളപ്പിക്കാത്ത വെള്ളവും 6% പഞ്ചസാരയുമാണ്. ഐസ്ക്രീമിന് നേന്ത്രപ്പഴഗന്ധം ലഭിക്കുവാനായി ചേർക്കുന്നത് എണ്ണച്ചിത്രങ്ങൾ വരയ്ക്കുവാൻ ഉപയോഗിക്കുന്ന അമിൽ അസിറ്റേറ്റ് എന്ന ചായമാണ്. സ്ട്രോബെറിയുടെ ഗന്ധത്തിനായി ചേർക്കുന്നത് ബെൻസിൽ അസിറ്റേറ്റും കൊഴുപ്പിനും മുട്ടയ്ക്കും പകരമായി ഉപയോഗിക്കുന്ന ഡൈ ഇഥൈൽ ഗ്ലൂക്കോളും ശരീരത്തിന് ഹാനികരമാണ്. കൈതച്ചക്കയുടെ ഗന്ധം ലഭിക്കുവാൻ ചേർക്കുന്നത് ഇഥൈൽ അസഡേറ്റ് എന്ന ഒരു രാസപദാർത്ഥമാണ്. ഈ പദാർത്ഥം മൃഗങ്ങളുടെ തോല് വൃത്തിയാക്കുവാൻ ഉപയോഗിക്കുന്നതാണ്. പ്ലാസ്റ്റിക്, റബ്ബർ എന്നിവയിൽ ഉപയോഗിക്കുന്ന ആന്റിഹെഡ് എന്ന രാസവസ്തുവും വാനിലയുടെ ഗന്ധത്തിനായി ഉപയോഗിക്കുന്നു.